ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവം പോലും കൈവിട്ടു എന്ന് വന്നേക്കും. കാര്യം ഈ വാക്കുകളുടെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ബാധകമാകുന്നു എന്ന് നിങ്ങൾക്ക് ഒരു വകയെ അറിയില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. കാര്യം ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ, സാമ്പത്തികമായിട്ട് ദുരിതം അനുഭവിക്കുന്ന, രോഗങ്ങൾ കൊണ്ട് വലയുന്ന പലരുടെയും വാക്കുകൾ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ഞാൻ ഈ പറയാൻ പോകുന്ന പല കാര്യങ്ങളും ഇവർ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാടില്ലാത്ത കാര്യമാണിത്. നമ്മളിതിനെ തിരിച്ചറിയുകയും ഇതിനെ തിരുത്തുകയും ചെയ്തില്ലെങ്കിൽ ജീവിതം കീഴ്പോട്ട് പോകാൻ വേറെ കാരണമൊന്നും അന്വേഷിക്കേണ്ടതില്ല. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ വാക്കുകളുടെ ശക്തിയെക്കുറിച്ച് ഇന്ന് ഏതാണ്ട് എല്ലാവർക്കും ഒരു ബോധ്യമുണ്ട്. ചില വാക്കുകൾ നന്നായിട്ട് പറഞ്ഞ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഗുണം വരും. ഒരു അഫർമേഷനായിട്ട് മാറിയിട്ട് ഈ പ്രപഞ്ചം തന്നെ നമുക്ക് വേണ്ടുന്നതെല്ലാം കൊണ്ടുതരും എന്നുള്ളൊരു സങ്കല്പമൊക്കെ ഇന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഇന്ന് എൻ്റെ വിജയത്തിൻ്റെ ദിനമാണ്, ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയെടുക്കും, എനിക്ക് ആത്മവിശ്വാസമുണ്ട്, ഞാൻ പരീക്ഷയിൽ ഉന്നത വിജയം നേടും എന്നുള്ള രീതിയിലൊക്കെ നിത്യജപം നടത്തുക, അതിനൊപ്പമുള്ള പ്രയത്നം, അതിനുള്ള ശ്രമങ്ങളെല്ലാം നടത്തി ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ നെഗറ്റീവായിട്ടുള്ള വാക്കുകളാണ് ഇവിടെ പറയുന്നതെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വരുന്ന ശക്തി തന്നെ നമ്മുടെ വിജയങ്ങളെയെല്ലാം തടുത്ത് നമുക്ക് കിട്ടേണ്ടുന്ന അനുഗ്രഹങ്ങളെയെല്ലാം തടഞ്ഞ് നമ്മളെ നെഗറ്റീവായിട്ട് മാറ്റും. നമ്മുടെ ജീവിതത്തെ പരാജയത്തിലേക്ക് കൊണ്ടുപോകാൻ അത് കാരണമാക്കുകയും ചെയ്യും. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ കുറേയധികം പേരെങ്കിലും നിത്യേന ചില വാക്കുകളെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം പേരും പരാജയപ്പെട്ടവരാണ് എന്നുള്ളതാണ് വാസ്തവം. ആ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ, വീട്ടിൽ അന്തരീക്ഷം സംസാരിക്കുന്നതിൽ പലരും പറയുന്നതാണ്. ഇവരുടെ ഉള്ളിൽ ഈ കാര്യങ്ങൾ കിടപ്പുണ്ട്. ദയവ് ചെയ്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകരുത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. അതിനെ ഭംഗിയാവണ്ണം നിങ്ങളുടെ ലക്ഷ്യത്തിനനുസരിച്ച് ഒരു വിജയതീരത്ത് എത്തിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു അഫർമേഷനായിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഇത്തരം നെഗറ്റീവായിട്ടുള്ള ഘടകങ്ങളെ വലിച്ചെറിഞ്ഞേ പറ്റുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ ഈ വാക്കുകളെ സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള 10 വാക്കുകളെയാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. വ്യത്യസ്തമായിട്ടുള്ള സന്ദർഭങ്ങളിൽ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. ഇതുമൂലം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനിഷ്ടതകളും വന്നുകൂടാറുണ്ട്. ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം സംഭവിക്കുന്ന, നിങ്ങളെ വിജയത്തിലേക്ക്, നിങ്ങളുടെ നന്മകളിലേക്ക് നയിക്കുന്ന ഒരു വീഡിയോ, ഒരു സന്ദേശമായിട്ട് ഇത് മാറുക തന്നെ ചെയ്യും. നമസ്കാരം. ഞാൻ RJ അയ്യർ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്ക് ഉണ്ട്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. ഒട്ടേറെ അറിവുകളും നിത്യേന നിങ്ങളുടെ മൊബൈലിലൂടെ ലഭ്യമാകുന്നതുമാണ്. അപ്പോൾ വാക്കുകളുടെ ശക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉണർവിൻ്റെ ടൈം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പണ്ടത്തെ ഋഷീശ്വരന്മാർ പറയുന്നത് ഉണർവിൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധയോടുകൂടി ധ്യാനനിരതമായിട്ട് നമ്മൾ മന്ത്രങ്ങൾ ഉരുവിട്ടാൽ അത് ഗുണം ചെയ്യും. എന്നാൽ അല്ലാതെയുള്ള വാക്കുകളാണെങ്കിൽ നമുക്ക് ദോഷങ്ങളും അതുമൂലം വന്നുകൂടും. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യം ഇങ്ങനെയാണ് നല്ല വാക്ക് പറയുക എന്നുള്ളത്. പലരും എഴുന്നേൽക്കുമ്പോൾ ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി ഞെളിഞ്ഞ് പിരിഞ്ഞ് അലാറം അടിക്കുകയാണെങ്കിൽ അതിനെ എടുത്ത് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലാണ് എഴുന്നേൽക്കുന്നത്. അതിനിടയ്ക്ക് കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് നീട്ടി അയ്യോ അമ്മേ, അമ്മോ, അയ്യോ ആയോ, പയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തരം ദീനസ്വരങ്ങൾ മുഴക്കിക്കൊണ്ടാണ് പലരും എഴുന്നേൽക്കുന്നത്. ഇതിൽ തന്നെ അയ്യോ വയ്യേ, അമ്മേ വയ്യേ എന്നുള്ള രീതിയിൽ ദേഹസുഖത്തെ ഹനിക്കുന്ന തരത്തിലുള്ള വാക്കാണ് നിങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഒരു ദിവസം ഉണരുന്നതെങ്കിൽ ആ ദിവസം മുഴുക്ക നിങ്ങൾക്ക് ദേഹാസ്വാസ്ഥ്യങ്ങൾ, ദേഹത്തിന് വേദന, തളർച്ച, ക്ഷീണം ഇവ കൂടിക്കൊണ്ടേയിരിക്കും. ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ ഉന്മേഷഭരിതമായിട്ടുള്ള എനിക്ക് ഹെൽത്തിയാണ്, ഞാൻ നന്നായിട്ട് ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരാൾ ചിന്തിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു പ്രസരിപ്പോട് കൂടി എഴുന്നേൽക്കുന്നത്, അമ്മയെ വയ്യേ എന്ന് വിളിച്ചുകൊണ്ട് ഒരാൾ എഴുന്നേൽക്കുന്ന തമ്മിലുള്ള വ്യത്യാസം. തുടർച്ചയായിട്ട് ഈ പദം ഉച്ചരിച്ചുകൊണ്ടാണ് നിങ്ങൾ എഴുന്നേൽക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, അധികം വൈകാതെ തന്നെ പലവിധ രോഗങ്ങളാൽ നിങ്ങൾ കീഴ്പ്പെടും. പ്രധാനമായിട്ടും ജീവിതശൈലി രോഗങ്ങളായിരിക്കും ഇവർക്ക് കൂടുതൽ. രണ്ടാമത് ഇവർക്ക് സ്ട്രെസ് ലെവൽ കൂടുതലായിരിക്കും. മൂന്നാമത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ശരീരഭാരം കൂടുന്ന കുറേയധികം പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാവും. വയറിന് എപ്പോഴും പ്രയാസങ്ങളായിരിക്കും ഇവർക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരം വയ്യേ, അയ്യോ എന്നുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് എഴുന്നേൽക്കരുത്.
പകരം നമ്മൾ സാമാന്യ മട്ടിൽ എഴുന്നേറ്റ് ദൈവസ്മരണയോടുകൂടി പ്രാർത്ഥിക്കാം. പിന്നെ പല രീതികളുണ്ട്. എഴുന്നേൽക്കുമ്പോൾ ഭൂമി തൊട്ട് വന്ദിക്കുന്നത്, കരത്തിൽ നോക്കി ജപിക്കുന്നത്, അതൊന്നും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല സ്മരണയോടുകൂടി ഇന്ന് എനിക്ക് ആരോഗ്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദിവസമാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടെങ്കിൽ എഴുന്നേൽക്കുക. ഇത്തരം നേരത്തെ പറഞ്ഞ പോലെയുള്ള ദീന ശബ്ദങ്ങളെ ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ചെയ്താൽ ശരിയാവില്ല എന്നുള്ള വാക്കുകൾ. അതായത് ഈ വാക്ക് തന്നെ പറയണമെന്നില്ല. പലപ്പോഴും ഇതുമായിട്ട് സമാനപ്പെട്ട വാക്കുകൾ പലരും പറയുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാൻ അതെന്നെ കൊണ്ട് വയ്യ, അത് ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഇങ്ങനെ ഈ വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കും. നോക്കിക്കോളൂ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഗുണങ്ങളായിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവായിരിക്കും. ഇവർ ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റായിട്ട് തന്നെ ഭാവിക്കും. ഇവർക്ക് നന്മകൾ സംഭവിക്കുക എന്ന് പറയുന്നത് വല്ലവരും ചെയ്തു കൊടുത്ത ഉപകാരത്തിൽ നിന്നായിരിക്കും ഇവർക്ക് നന്മകൾ വരിക. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലും നമ്മൾ എപ്പോഴും ഇങ്ങനെ മടി പിടിച്ച ഒരു സൗണ്ട്, അതായത് ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഇവർക്ക് ചെയ്യാൻ അറിയായിരിക്കും, പക്ഷെ മടിയായിരിക്കും ഇവിടുത്തെ ഒരു ഹേതു. എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കിതൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ ഉള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കുക. മൂന്നാമത്തെ കാര്യം, ഞാൻ ഭാഗ്യമില്ലാത്ത ആളാണ് എന്ന് നിരന്തരം പറയുക എന്നുള്ളതാണ്. ചിലരുടെ സംഭാഷണത്തിൽ നമ്മൾ ശ്രദ്ധിച്ച്, അവന് കാറുണ്ട്, എനിക്ക് ഇതിനുള്ള ഭാഗ്യമൊന്നും ഇല്ലെന്നേ, അവന് ജോലി കിട്ടി, എനിക്ക് ഇതിനുള്ള ഭാഗ്യമൊന്നും ഇല്ലെന്നേ, ഈ രീതിയിൽ സംസാരിക്കുന്ന ആളാണ്. ഒരു തരത്തിൽ ഇവരുടെ ഉള്ളിലുള്ള അസൂയയോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള നിരാശയോ ഒക്കെ ആയിരിക്കും ഈ വാക്കുകൾക്ക് പിന്നിൽ. പക്ഷെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ബാഡ് ലക്കുള്ള പേഴ്സൺ ആണെന്നാണ്. ഈ ബാഡ് ലക്ക് എന്ന് പറയുന്ന വേർഡ്, ദൗർഭാഗ്യം എന്നുള്ള വേർഡ് ഇവർ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും തരത്തിൽ ഭാഗ്യക്കേട് തൽക്കാലമായിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ പോലും ഇത് നിരന്തരമായിട്ട് ഇവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങും. അതോടുകൂടി ഇവർക്ക് കിട്ടേണ്ടുന്ന പല കാര്യങ്ങൾ പോലും നഷ്ടമായി പോകും. അതുകൊണ്ട് പരമാവധി എനിക്കത് കിട്ടില്ല, ഞാൻ ബാഡിലൊക്കെ ഉള്ള ആളാണ് എന്നൊന്നും പറയാതെ ഇപ്പൊ എനിക്ക് കിട്ടിയില്ല, അടുത്തെനിക്ക് കിട്ടുമായിരിക്കും, അങ്ങനെ ശുഭാപ്തി വിശ്വാസം വരുന്ന തരത്തിൽ സംസാരിക്കാനായിരിക്കണം നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പൊ എൻ്റെ സമയമായിട്ടുണ്ടാവില്ല, പക്ഷെ എനിക്കിത് കൈവരും എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കണം. നാലാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതൊരിക്കൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടൊക്കെ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് കിട്ടും. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും. അത് ഗുണപ്പെടുത്തുക. നാലാമത്തെ നെഗറ്റീവായിട്ടുള്ള വേർഡ്സാണ്. നാലാമത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് ദൈവം എന്നെ കൈവിട്ടു എന്ന് പറയുക. ചില വ്യക്തികളുണ്ട്, അവർക്ക് ചില കാര്യങ്ങൾ നേടാതെ പോയാൽ, അവരുടെ ആശകൾക്കനുസരിച്ച് കാര്യങ്ങൾ കിട്ടാതെ പോയാൽ ദൈവത്തെ കുറ്റം പറയുക. അയ്യോ, എനിക്ക് ഈശ്വരൻ എന്നോടൊപ്പം ഇല്ല, ദൈവം എന്നെ കൈവിട്ടു എന്നാ തോന്നുന്നത്, എല്ലാ കാര്യത്തിലും ദൈവം ഇങ്ങനെ തന്നെ, എന്നോടൊപ്പം ഇല്ല, ദൈവം എന്നെ കൈവിട്ടു എന്ന് ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. തികച്ചും തെറ്റായിട്ടുള്ള വാക്പ്രയോഗങ്ങളാണ്. ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് അത് കിട്ടിയില്ല എന്നതേ ഉള്ളൂ, അല്ല ദൈവം കൈവിട്ട് പോയിട്ടൊന്നുമില്ല. നിങ്ങൾ കൈവിട്ടു എന്ന് പറയുമ്പോൾ നിങ്ങളാണ് ദൈവത്തിൻ്റെ കൈവിടുന്നത്. ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കയ്യെ ഉപേക്ഷിക്കുക. കരം നീട്ടിയിരിക്കുന്ന ദൈവത്തിൻ്റെ കയ്യെ പിടിക്കുകയാണ് ഓരോ ഭക്തനും ചെയ്യേണ്ടത്. അല്ലാതെ ആ കരം കണ്ടിട്ട് അത് കൈവിട്ടു എന്ന് ധരിച്ച് ആ കൈകളിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ കടന്നു പോകുന്ന ഒരാൾക്കും പിന്നെ ഈശ്വരാധീനം കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വാക്കുകളും ഒഴിവാക്കേണ്ടതാണ്. അഞ്ചാമത്തെ നെഗറ്റീവായിട്ടുള്ള വേർഡാണ് എനിക്ക് ആരും വില നൽകില്ല. ഇങ്ങനെയൊന്നുമല്ല പലരും പറയുന്നത്, എനിക്ക് പുല്ല് വിലയാണ് അവർ തരുന്നത്, എന്നെ ഒരു തരത്തിലും മൂല്യം അവർ കൽപ്പിക്കുന്നില്ല എന്നിങ്ങനെയുള്ള സങ്കടവും അമർഷവും എല്ലാം കൊണ്ട് ചിലർ പറയാറുണ്ട്. നോക്കൂ, നിങ്ങൾക്ക് ആത്യന്തികമായിട്ടുള്ള വിലയിടാൻ പറ്റിയ ഒരേ ഒരാൾ നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ കഴിവും നിങ്ങളുടെ കഴിവുകേടും എല്ലാം അറിയാവുന്ന ഒരേ ഒരാൾ നിങ്ങൾ തന്നെയാണ്. പൂർണ്ണമായിട്ട് മറ്റുള്ളവർക്ക് ഒരിക്കലും നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റില്ല. പലപ്പോഴും നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് എന്നുള്ളതും കൂടെ അറിയുക. പക്ഷേ ഇവിടെ ചിലരാകട്ടെ ചെയ്യുന്നത് സ്വയം വില ഇടിച്ച് താഴ്ത്തി എനിക്കൊരു മൂല്യവുമില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കും. ഈ പ്രപഞ്ചം വിചാരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ ഇങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ്. അതോടുകൂടി നിങ്ങൾക്ക് ഗുണം വരുത്തുന്ന, നിങ്ങളെ മൂല്യം വരുത്തുന്ന എല്ലാ കാര്യത്തിൽ നിന്നും ഈ പ്രാപഞ്ചികമായിട്ടുള്ള ഊർജം നിങ്ങളെ അകറ്റും. അതോടുകൂടി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് വിലയില്ല, നിങ്ങൾക്ക് മൂല്യമില്ല എന്നൊക്കെ, അതെല്ലാം തന്നെ ജീവിതത്തിൽ സംഭവിക്കും. എല്ലായിടത്തും നിങ്ങൾ തഴയപ്പെടും, നിങ്ങളെ എല്ലാവരും പിന്തള്ളും. ഇതൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരിക്കലും ഞാൻ വിലയില്ലാത്ത ആളാണ് എന്ന് പറയും. എനിക്ക് മൂല്യമുണ്ട്, ഞാനത് എൻ്റെ വാല്യൂ കണ്ടെത്തിയിട്ടുണ്ട്, ഞാൻ ഇനി പുതുതായിട്ട് കണ്ടെത്താനിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുക. അങ്ങനെ ചിന്തിക്കാവൂ.
ആറാമത്തെ നെഗറ്റീവായിട്ടുള്ള വേർഡാണ്, ആറാമത്തെ നെഗറ്റീവായിട്ടുള്ള വാക്കുകളാണ് എൻ്റെ കൈ ഓട്ടക്കൈയാണ്, എൻ്റെ കയ്യിൽ 5 പൈസ നിൽക്കില്ല. ഇത് പലരും കേട്ടാണ്, നമ്മുടെ കുടുംബത്തിനകത്ത് പലരും പറയുന്ന കാര്യമാണ്. അതായത് ധനം ഇവർക്ക് ചെലവ് കൂടുതലായിരിക്കും, അതുകൊണ്ട് ഇവർ പറയുന്ന കാര്യമാണ് എൻ്റെ കയ്യിൽ 5 പൈസ നിൽക്കില്ല, എൻ്റെ കൈ ഓട്ടക്കൈയാണ്. ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ഈ കൈയെടുത്ത്, അതായത് നിങ്ങളുടെ ഭാഗ്യം ധനത്തിനോടാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല. അപ്പോൾ പിന്നെ എന്തിനാ ധനം ഈ പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കാൻ വരുന്നത്? നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ലല്ലോ, വേറെ ഏതെങ്കിലും തരത്തിലല്ലേ അത് പോകുന്നത്. നിങ്ങളിവിടെ പറയേണ്ടത്, എൻ്റെ കയ്യിൽ ധനം വന്നാൽ അത് ഞാൻ സുരക്ഷിതമായിട്ട് നോക്കും, അത് ഇൻവെസ്റ്റ് ചെയ്യും, അതിനെ വർദ്ധിപ്പിക്കും. എൻ്റെ കയ്യിൽ ധനം കിട്ടാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ, ഞാനതിനെ ഉണ്ടാക്കും, സൃഷ്ടിക്കും, അതിനുള്ള കഴിവ് എനിക്കുണ്ട്. അങ്ങനെയുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ചില കാര്യങ്ങളിൽ കുറച്ച് പൈസ നഷ്ടപ്പെട്ടു പോയാൽ ഉടനെ ഞാൻ ദൗർഭാഗ്യമുള്ളവരാണ്, എൻ്റെ കയ്യിൽ കാശൊന്നും നിൽക്കില്ല, ഓട്ടക്കൈയാണ് എന്നൊക്കെ സ്വയം വിലയിരുത്താൻ നിന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലായ്പ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിപ്പോവും. ഇത് ശ്രദ്ധിക്കുക. ഏഴാമത്തെ കാര്യം, എനിക്കെന്നും അസുഖമാണ് എന്നുള്ള പറച്ചിൽ. ചില വ്യക്തികളെ കാണുമ്പോൾ എപ്പോഴും അവർ ക്ഷീണിതാവസ്ഥയിലോ ഒരു മൂടിയായിട്ടോ കാണപ്പെടും. എന്ത് ചോദിച്ചാൽ, ഒന്നും വയ്യടെ, എനിക്കെന്നും അസുഖ, എനിക്ക് പ്രശ്നമാണ്, എനിക്ക് എപ്പോഴും രോഗങ്ങളാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളൊക്കെ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ കാണും. സ്ത്രീകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കേട്ടോ. പൂർണ്ണമായിട്ട് മാറ്റേണ്ടുന്നൊരു കാര്യമാണ്. മനുഷ്യനാണെങ്കിൽ പല വിധത്തിലുള്ള രോഗങ്ങളും പല കാര്യങ്ങളും അവരുടെ ശരീരത്തിൽ വന്നു വരുന്നേക്കാം. പക്ഷെ ഒരു മനുഷ്യൻ മാനസികമായിട്ടും കൂടെ കരുത്തുള്ള ആളാണ്. ശരീരത്തിന് ചില രോഗങ്ങൾ വന്നാൽ ഉടനെ എല്ലാം തീർന്നു, എനിക്ക് എപ്പോഴും അസുഖമാണ് എന്നുള്ള വിലയിരുത്തലൊന്നും നടത്താൻ പാടില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ എന്നും അസുഖമാണെന്ന് പറയുന്ന ചില വ്യക്തികളെ കൊണ്ടുവന്ന് എല്ലാവിധത്തിലുള്ള മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തിയാലും ഒരു അസുഖം കണ്ടെത്തിയെന്ന് വരില്ല. ഇവരെപ്പോഴും ഇങ്ങനെ പറഞ്ഞ് ഇവരുടെ ശരീരത്തിൻ്റെ പ്രാപഞ്ചികമായ പ്രാണോർജ്ജങ്ങളെ എല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടേഴ്സിനൊന്നും ഇവരുടെ അസുഖത്തെ കണ്ടെത്താൻ പറ്റില്ല, ഇവർക്കെപ്പോഴും അസുഖം ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് കുറച്ച് രക്തവും മാംസവും അത് മാത്രമല്ല, കുറേ അധികം ഊർജ്ജങ്ങളുടെയും കൂടെ കലവറയാണ്. നിങ്ങൾ അതിനെ ഇങ്ങനെ പറഞ്ഞ് ഒരു മന്ത്രം പോലെ പറഞ്ഞ് അതിനെ കെടുത്തായിരിക്കണം, ആ അഗ്നിയെ കെടുത്തായിരിക്കണം. നിങ്ങൾക്ക് പറയാം, എൻ്റെ ശരീരം കരുത്തുറ്റതാകുന്നു, എനിക്ക് എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി വരുന്നു, എൻ്റെ ശരീരം കൂടുതൽ ഊർജ്ജമുള്ളതായി മാറുന്നു എന്നൊക്കെ നിങ്ങൾ സ്വയം ഇങ്ങനെ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം പ്രശ്നങ്ങളും ആരോഗ്യത്തെ ഹനിക്കുന്ന പല കാര്യങ്ങളും ഇതോടെ മാറിക്കിട്ടുന്നതാണ്. നിങ്ങളുടെ നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് നടന്നു പോകാൻ എക്സസൈസ്, നല്ല ഭക്ഷണം, ബാഡ് ശീലങ്ങളിൽ നിന്ന് മാറിയടക്കാനുള്ള പ്രവണത എല്ലാം ഇത് തരികയും ചെയ്യും. നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ശാരീരികവും മാനസികമായിട്ട് കരുത്തുള്ളവരായി മാറുകയും ചെയ്യും. എപ്പോഴും ഇങ്ങനെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എട്ടാമത്തെ കാര്യം, ഈ വീടൊരു നരകമാണ് എന്ന് പറയുന്നത്. വീടിനകത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കൂടുമ്പോൾ, കുട്ടികളുമായിട്ട് വഴക്കൂടുമ്പോൾ, അല്ലാതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാകുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, അയ്യോ എൻ്റെ വീടൊരു നരകമാണ്, അവിടെ ചെന്ന് കയറാൻ പറ്റില്ല, പ്രശ്നങ്ങളാണ്. ജ്യോതിഷന്മാരെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കാര്യമാണ് കേട്ടോ. വീട്ടിലെ ഈശ്വരാധീനമൊക്കെ നോക്കുമ്പോൾ അതിന് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവരിങ്ങനെ പഴി പറഞ്ഞുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ വീടിനെ നരകാക്കുന്ന ഇവരുടെ വായിൽ നിന്ന് വരുന്ന ഈ മന്ത്രമാണ്. ഈ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ഇതിൻ്റെ ചുവരുകളിൽ പ്രതിധ്വനിച്ച് ആ വീട്ടിലുള്ള എല്ലാ നെഗറ്റീവിനെയും ക്ഷണിച്ചു വരുത്തും. അതോടുകൂടി ഇവർ പറഞ്ഞ് അവസാനം ആ വീട് ഒരു നരകച്ചൂള പോലെയായി മാറും. ദയവ് ചെയ്ത് അങ്ങനെ പറയരുത്. ഈശ്വരവാസമുള്ളൊരു വീടാണ്, ഭഗവതിയെ എൻ്റെ വീട്ടിലേക്ക് വന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അല്ലാതെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഈ വീട്ടിൽ നിന്നാൽ ശരിയാവില്ല, ഇവിടുത്തെ ഒരു നരകമാണ്, ഞാൻ ഇറങ്ങിപ്പോകുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ ഒരു ലക്ഷ്മി വാസവും കിട്ടില്ല, നിങ്ങൾക്ക് അവിടെ വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാനും പറ്റില്ല. ഇത് മനസ്സിലാക്കുക. ഒൻപതാമത്തെ കാര്യം, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ജീവിതമാണിത് എന്ന് പറയുക. ചില വ്യക്തികളുടെ നിരാശ നിറഞ്ഞൊരു സംഭാഷണ രീതിയാണ്, ഒരു രക്ഷയില്ല, ഒരു ഗതിയും കിട്ടില്ല, ഒരു പരഗതിയും ഇല്ല എന്നുള്ള രീതിയിൽ ഇവർ നിരന്തരമായി വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. ജീവിതത്തിലെ ഉയർച്ചകളെ എല്ലാം തകിടം മറിക്കുന്ന വാക്കുകളാണിത്. ഇത് ഒരു കാരണവശാലും നിങ്ങളിങ്ങനെ പറയരുത്. ജീവിത പുരോഗതിക്ക് വേണ്ടുന്ന വാക്കുകൾ മാത്രം നിങ്ങളുടെ നാവിൻ നിന്ന് പുറപ്പെടാൻ ശ്രദ്ധിക്കണം. പത്താമത്തെ കാര്യം, ആത്മഹത്യയെ സംബന്ധിച്ചിട്ടുള്ള വാക്കുകൾ പറയുക. ചില മനുഷ്യർക്കുണ്ട്, എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ ആത്മഹത്യ ചെയ്ത് കളയുമെന്നുള്ള ഭീഷണി ഉണ്ടാകും. അങ്ങനെ നിരന്തരം ഞാൻ കയറെടുത്തോണ്ട് പോകും, ഞാൻ അവിടെ ചാടിച്ചാകും, വിഷമടിക്കും, ഇങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള പ്രതിസന്ധി വരുമ്പോഴും കൂടെയുള്ള ആളിനെ നിശബ്ദനാക്കാൻ വേണ്ടിയിട്ടോ അല്ല നിശബ്ദയാക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ആത്മഹത്യ എന്ന് പറയുന്ന കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചറിയാം, ഇത് പറഞ്ഞ് അവസാനം അവർക്ക് ആവശ്യമില്ലാത്ത ഒരു സമയത്ത് ഇവർ പോയി ആത്മഹത്യ ചെയ്യുകയും അവരുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്യും. അവരുടെ ഒരു വ്യക്തി മരിച്ചു പോകുമ്പം അവരുമായിട്ട് ചുറ്റിപ്പറ്റിയിരിക്കുന്നത് എത്ര പേർക്ക് അത് ആഘാതമാവുമെന്നറിയുമോ? ഇവർ നിരന്തരമായിട്ട് ഒരു വാല്യൂ ഇല്ലാതെ സ്വന്തം ലൈഫിനെ വലിച്ചെറിയുകയാണ്.
ഇവർ നിരന്തരം പറഞ്ഞ് ഇവരുടെ ഉള്ളിൽ ഇത് ഉറയ്ക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഇവരെ ആത്മഹത്യക്ക് തള്ളി നീക്കേണ്ടുന്ന എല്ലാ അവസ്ഥകളും വരുന്നു. കാര്യം ഇവർക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമില്ലല്ലോ. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനല്ലേ ഇവർ ഈ ആത്മഹത്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, ഒരു വീട്ടിൽ നിരന്തരമായിട്ട് ഭാര്യയും ഭർത്താവും വഴക്കൂടുമ്പോഴേ രണ്ടുപേരും പറയും ആത്മഹത്യകളെയും ഞാൻ ഇറങ്ങിപ്പൊക്കളെയും ഇങ്ങനെ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം അവരുടെ 6 വയസ്സുള്ള കുഞ്ഞു മോള്, അവൾ ഒരു ദിവസം എന്തോ പ്രശ്നം വന്നപ്പോൾ അവൾ പോയി ആത്മഹത്യ ചെയ്തു. നമുക്കറിയാന്നുള്ള കേസാണ്. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് ഇത് വന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഇത്തരം അഫർമേഷൻസ് അവരുടെ ഹൃദയത്തിലും തറയ്ക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരു തരത്തിലും ഇത്തരം വാക്കുകൾ വീട്ടിൽ ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്ത നെഗറ്റീവ് ഗുണമുള്ള വാക്കുകളെയാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിൽ ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മതിയാക്കണം. ഒരിക്കലും അത് അങ്ങനെ പറയരുത്. കാര്യം ജീവിതത്തിനെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരും. കാര്യം നാവിൻ തുമ്പിൽ സരസ്വതിയാണ് നിൽക്കേണ്ടത്, അവിടെ മൂധേവിയെ കയറ്റിയിരുത്തരുത് എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടില്ല, പഴമക്കാർ പറയും. അതൊരിക്കലും നിങ്ങളും ചെയ്യരുത്. എല്ലാം നല്ലതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, നന്മകൾ ലോകത്തിന് വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നല്ല വാക്കുകൾ തന്നെ നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് പുറപ്പെടട്ടെ. എല്ലാവർക്കും ശാന്തിയും സമാധാനവും കിട്ടട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദ്ര മഠം. നമസ്തേ.